നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതവും ആയുർവേദത്തിൽ അതിൻ്റെ മാനേജ്മെൻറ്റും എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്താണ് എന്ന് സാമാന്യ ജനത്തിന് അത്ര പരിചയമില്ലാത്തൊരു മേഖലയാണ്. കാരണം നമ്മളൊരിക്കലും അതായിട്ട് യൂസ്ഡ് അല്ല. എന്താണ്, അത് എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതിന് സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയില്ല. നമ്മളൊരു അച്ചടി മാധ്യമങ്ങളോ അല്ലെങ്കിൽ മുഖ്യധാര മീഡിയയോ ഇതിനെപ്പറ്റി അധികം സംസാരിച്ച് കാണാറില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, കൈ തരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഈവൻ ഗ്യാസ് കയറിയതാണെങ്കിൽ പോലും പറയും ചിലപ്പോൾ അതാണോ എന്ന് ചോദിക്കാനുള്ള ഒരു കഴിവ് മലയാളിക്കുണ്ട്. കാരണം നമ്മളത് കണ്ട് പറഞ്ഞ് കേട്ട് പരിചയം വെച്ചാണ് ഈ പറയുന്നത്. പക്ഷേ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ അസുഖം അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ എന്താണ് എന്ന് അറിയാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു നോളജ് മലയാളിക്കെന്നല്ല പൊതുവെ ആളുകൾക്കില്ല. കാരണം നമ്മളത് യൂസ്ഡ് അല്ല, നമ്മൾ കണ്ടുവരുന്നില്ല, എല്ലാവർക്കും അത് കണ്ട് പരിചയമില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. എന്തുകൊണ്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് അസുഖം വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ട് രീതിയിൽ വരാം. ഒന്ന്, തലച്ചോറിലേക്കുള്ള രക്തധമനികൾ പൊട്ടുന്നത് മൂലം. പിന്നെ രണ്ടാമത്തത്, തലച്ചോറിലേക്കുള്ള രക്തധമനികളിലെ രക്തയോട്ടം നിലയ്ക്കുന്നത് മൂലം അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നത് മൂലം. ഈ രണ്ട് രീതിയിലും വരാം. ഇതുകൂടാതെ എംബോളിക് സ്ട്രോക്ക് ഉണ്ട്, ത്രോംബിക് സ്ട്രോക്ക് ഉണ്ട്, അങ്ങനെ പല രീതിയിലും സബ് കാറ്റഗറൈസ് ചെയ്ത് വിടാം. പക്ഷെ പൊതുവേ കാണുന്ന രണ്ടെണ്ണം ഈ പറഞ്ഞ രക്തയോട്ടം നിലയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നതുകൊണ്ടോ, ഇൻഫാക്ട് എന്ന് പറഞ്ഞ കണ്ടീഷനോ, അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ഉണ്ടോ അല്ലെങ്കിൽ ഹെമറേജിക് ആയിട്ടുള്ള സ്ട്രോക്കോ, ഈ രണ്ട് കണ്ടീഷനാണ് ഉണ്ടാവുക. നമ്മളെപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയുന്നത് FAST, ഫാസ്റ്റ് എന്ന് പറയുന്നൊരു കീവേഡ് വെച്ചാണ് പറയാറ്. എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കുക. ഫേസ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോക്ക് വന്ന ഒരാളുടെ മുഖം കൂടാൻ ഒരു വശത്തേക്ക് കോടുക, ഈ വശത്തേക്ക് തിരിയുക, അല്ലെങ്കിൽ ഇടത്തോ വലത്തേക്കുള്ള ഭാഗത്തേക്ക് തിരിയാനുള്ള കോടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഫേസ് നമ്മൾ ഒരാളുടെ നോക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ആണ്. അതായത് കൈ തിരിയുക, കൈകാലികൾക്കുള്ള അംഗവൈകല്യം എന്നല്ല, കൈകാലികൾ തളർന്നു പോവുക, അല്ലെങ്കിൽ കൈ എടുത്തു വയ്ക്കാൻ പറ്റാതെ വരിക, കാലെടുത്ത് വയ്ക്കാൻ പറ്റാതെ പോവുക, ഒരു ഭാഗം തളർച്ച അനുഭവപ്പെടുക, അതാണ് എയിൽ പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നായിരിക്കും. സ്ട്രോക്ക് ഒന്നും ഒരാൾക്ക് പെട്ടെന്നായിരിക്കും ഈ സംഭവവികാസങ്ങളൊക്കെ വരാൻ പോകുന്നത്. അത് മാത്രമല്ല എസിന്റെ പ്രത്യേകത, എസ് എന്ന് പറയുന്ന സാധനം, സ്പീഡ് എന്ന് പറയുന്ന സാധനം എത്രയും പെട്ടെന്ന് എന്നുള്ള വാക്കുകൊണ്ടും നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇത് ലക്ഷണങ്ങളൊക്കെ കാണിച്ചാൽ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗി ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ആന്റികോയാഗുലന്റ് പോലുള്ള ഇഞ്ചക്ഷനുകളും മറ്റു കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഗോൾഡൻ പീരീഡ് അല്ലെങ്കിൽ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സമയമുണ്ട്, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി FAST, അതാണ് സ്പീഡ് വരുന്നത്. ടി ആണ് ടൈം ഇന്റർവൽ. ഈ ടി വരുന്നത് ടൈമാണ്. ഈ ടൈം ഡ്യൂറേഷൻ ഞാൻ ഇതിന് സ്പീഡിന്റെ ഒപ്പം തന്നെ പറഞ്ഞു. സ്പീഡ് ഓൺസെറ്റ് ഓഫ് എ ഡിസീസ് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നതാണ് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്പീഡി അല്ലേ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ആശുപത്രി പോകണമെന്നാണ് സ്പീഡ് വരിക. ഈ ടൈം ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കാണിച്ച് രോഗി മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ആളെ കണ്ടീഷനെ രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റും. കൃത്യമായിട്ടുള്ള ചികിത്സ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആളെ കരകയറ്റാൻ പറ്റും. അതിനാണ് ഈ ടൈമിന്റെ പ്രത്യേകത. ഗോൾഡൻ വിൻഡോ പീരീഡിൽ നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക. ഇതിനുശേഷം അടുത്ത ഘട്ടമാണ് സ്ട്രോക്ക് ഓൺ റിക്കവറി. ഇതിന് റിക്കവറി ഫേസ് ഉണ്ട്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചിട്ട് കോശങ്ങൾക്ക് ക്ഷതം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് വശത്തേക്കുള്ള പ്രവർത്തനങ്ങളാണോ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടമാണോ നിലയ്ക്കുന്നത്, ആ ഭാഗത്തേക്കുള്ള പ്രവർത്തനങ്ങളെ അത് ബാധിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു ഭാഗം തളർന്നു പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, അതിൽ എന്താണ് ആയുർവേദത്തിൻ്റെ റോള് എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ഫാസ്റ്റ് റിക്കവറി അല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്ട്രോക്ക് ബാധിച്ച വ്യക്തിയെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ എന്ന് പറയും, നമുക്ക് അയാളുടെ ക്രിയാ കാര്യങ്ങളിലേക്കുള്ളത്. രണ്ട്, അയാളുടെ അയാളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടത്. ഇയാളുടെ അനാറ്റമിക്കൽ ഡിഫോമിറ്റി വന്നിട്ട് ഇയാൾക്ക് ഫിസിയോളജിക്കലായിട്ടുള്ള ഫംഗ്ഷൻസ് നടത്താൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാൾക്ക് ദൈനംദിന കാര്യങ്ങളെ നടത്താൻ പറ്റാത്തൊരവസ്ഥ. അത് വ്യക്തി അധിഷ്ഠിതമാണ്, ആ വ്യക്തിക്കുള്ള ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ, കുടുംബത്തിന്റെ ഒരു പ്രശ്നം. കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇന്നലെ വരെ നടന്ന ഒരു മനുഷ്യനായിരിക്കും. ആ മനുഷ്യൻ കുടുംബത്തിന്റെ ഒരു അത്താണിയായിട്ട് ഉള്ള പ്രവർത്തിക്കുന്ന മനുഷ്യനായിരിക്കും. അപ്പോൾ ആ മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ കിടപ്പ് എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഡയമെൻഷനിൽ നമ്മൾ നോക്കിയിട്ട് വേണം ആയുർവേദം ചികിത്സിക്കുന്നത്. കാരണം ഒന്നൊരു സ്പിരിച്വൽ, മെൻ്റൽ ആൻഡ് നമ്മുടെ മെഡിക്കൽ, ആ രീതിയിൽ ഒന്ന് നോക്കണം. നമുക്ക് കണ്ടിന്യൂസ് കൗൺസിലിങ് രോഗിക്കും വീട്ടുകാർക്കും രണ്ടുപേർക്കും വേണം. നിങ്ങളെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന രീതിയിൽ നമ്മൾ ആ രോഗിയെ സംബന്ധിച്ചാണെങ്കിലും ആ കൂടെയുള്ളവരെ സംബന്ധിച്ചാണെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം.
പിന്നെയുള്ള ഇതിന് ശേഷമാണ് മെഡിസിൻ, ഇന്റേണൽ മെഡിസിൻ, എക്സ്റ്റേണൽ മെഡിസിൻ, അകത്തേക്കുള്ളതും പുറത്തേക്കുള്ളതുമായിട്ടുള്ള ചികിത്സ വരുന്നത്. ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഏതാണോ ആ സ്ട്രോക്ക് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ആ സ്ട്രോക്ക് വന്ന അവസ്ഥ അതിനനുസരിച്ചാണെങ്കിൽ, ഇപ്പോൾ ഈ രക്തം ഓട്ടം അമിതമായതിനു ശേഷം അല്ലെങ്കിൽ രക്തധമനി പൊട്ടി വരുന്ന ഏതാണെങ്കിൽ ചികിത്സാ രീതി വ്യത്യാസമുണ്ട്. എല്ലാ തളർന്നു പോയ ചികിത്സയ്ക്കും ഒരേ ചികിത്സ. പൊതുവൊരു ധാരണ ഉണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ തിരുമ്മൽ മാത്രമാണെന്ന്. അങ്ങനെയല്ല. എല്ലാ ആയുർവേദ ചികിത്സകളും തിരുമ്മൽ മാത്രമല്ല. ഈ അകത്തേക്കുള്ള മെഡിസിനിൽ രക്തധമനികളിലുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ എക്സസ് ഹെമറേജ് വന്ന സ്ട്രോക്കിലാണെങ്കിൽ നമ്മൾ ഒരു രീതിയിലായിരിക്കും നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുക. ഇനിയല്ല രക്തധമനികളിലേക്കുള്ള ഓട്ടം അല്ലെങ്കിൽ ബ്ലോക്ക് വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ, അങ്ങനെ സ്ട്രോക്ക് വന്നതാണെങ്കിൽ അത് വേറെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളാണ്. രോഗിയെ കണ്ടതിന് ശേഷമാണ് ഇത് രണ്ടും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസൈഡ് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്താണ്, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് അഫക്ട് ചെയ്തേക്കണേ, അല്ലെങ്കിൽ രോഗിയുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നതിന് മനസ്സിലാക്കിയതിന് ശേഷം അകത്തേക്ക് കഴിക്കാനുള്ള കുറച്ച് മരുന്നുകൾ നമ്മൾ കൊടുക്കും. അതിനുശേഷം ഈ രോഗിക്ക് അയാൾക്ക് വേണ്ട അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പ്രശ്നമുള്ളത് ആ ഭാഗത്തേക്ക് വേണ്ട പഞ്ചകർമ്മ ചികിത്സകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചികിത്സകളും അല്ല, ആ രോഗിക്ക് ആവശ്യമുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എന്തൊക്കെയാണോ അത് മാത്രം നൽകിയാൽ മതി. എല്ലാ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളും ഒരു സ്ട്രോക്ക് രോഗികൾക്കും ആവശ്യമില്ല, അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ആ വ്യക്തിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം കൃത്യമായിട്ട് കൊടുക്കുക. പൊതുവെ ആയുർവേദം പറയും ഞാൻ കുറേ തിരുമ്മി, കുറേ കിഴികുത്തി, തിരുമ്മലും കിഴികുത്തലും മാത്രമല്ല ആയുർവേദം. ഞാൻ വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ പൊതുവെ കണ്ടുവരുന്നതാണ്, ഞാൻ ഒരു വീഴ്ച പറ്റിയപ്പോൾ ഞാൻ കുറേ എണ്ണ എടുത്ത് തിരുമ്മി, അല്ലെങ്കിൽ കുറച്ച് എനിക്ക് കൈക്ക് വേദനയായിരുന്നു ഞാൻ തിരുമ്മി. അതല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ. അതല്ല, അത് എവിടെയാണ് തിരുമ്മേണ്ടത്, എവിടെ തിരുമ്മാൻ പാടില്ല എന്നുള്ള അറിവും ആയുർവേദമാണ്. അപ്പോൾ അത് ഈ എക്സ്റ്റേണൽ തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. ആവശ്യമുള്ളതും ആവശ്യമുള്ള ആൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായ അളവിൽ കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിനെപ്പറ്റി അവസ്ഥയെപ്പറ്റി അറിയുന്ന ഒരു ഡോക്ടറെ അടുത്ത് ചെന്നതിന് ശേഷം മാത്രമാണ് പറ്റുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ ഇത് മതി, ഇതിങ്ങനെ മരുന്നാണെങ്കിലും കുറച്ച് തിരുമ്മലാണെങ്കിലും, ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് കടലിൽ പോയിട്ട് എൻ്റെ അച്ഛന് കൈ പൊങ്ങുന്നില്ല അല്ലെങ്കിൽ വെച്ച് തളർന്ന് കിടക്കുകയാണ്, ഞങ്ങളെ ഒപ്പിൽ വരുന്നപ്പോൾ പൊതുവെ കാണാറുണ്ട്, ഈ തൈലം വേണം, അല്ലെങ്കിൽ എക്സ് എന്ന തൈലം, അല്ലെങ്കിൽ എ എന്നുള്ള തൈലം, ബി എന്നുള്ള തൈലം, കുറേ തൈലത്തിൻ്റെ പേരുകളുണ്ടല്ലോ, ഇത് ദേഹത്ത് കുറേ തൂക്കുകയാണ്. അപ്പം അവർ അങ്ങനെ തൂക്കുന്നു. എൻ്റെ അടുത്ത ബന്ധു പറഞ്ഞു അത് നല്ലത്, അങ്ങനെ തോന്നി ഞാൻ തൂക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു ഇത് ശരിയല്ല. ആ രോഗിക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ ഉപകാരത്തേക്കാൾ ഉപരി അത് ഉപദ്രവമായിട്ട് വരും. കൃത്യമല്ലാത്ത മരുന്ന് കൃത്യമല്ലാത്ത അവസ്ഥയിൽ രോഗിക്ക് കൊടുത്താൽ അത് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക. അപ്പോൾ ഐഡന്റിഫൈങ് ദ ഡിസീസ് അല്ലെങ്കിൽ ഐഡന്റിഫൈങ് ദ കോസ്, ഐഡന്റിഫൈങ് ദ കണ്ടീഷൻ എന്നുള്ളത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക. ഡോക്ടർ പറയുന്ന അനുസരിച്ച് മാത്രമായിട്ട് ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പഞ്ചകർമ്മയായാലും ശരി ഇന്റേണൽ ആയാലും ശരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഇതിലേറ്റവും അലാമിംഗ് ആയിട്ടൊരു ഈ സ്ട്രോക്ക് എടുക്കാനുള്ള കാരണം തന്നെ ഒരു കാര്യമാണ്. നമ്മുടെ ലോകത്തെ ഇന്ന് മനുഷ്യനെ ബാധിക്കുന്ന അലാമിംഗ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹെൽത്ത് കണ്ടീഷനിൽ 3-ാം സ്ഥാനമാണ് സ്ട്രോക്കിന്. 1-ാം സ്ഥാനമുള്ളത് ഡയബറ്റീസിനാണ്. 2ാമത്തെ ഏറ്റവും അലാമിംഗ് ആയിട്ട് വരുന്നത് ഹൃദ്രോഗങ്ങളും, 3ാമത്തതാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ അവസ്ഥ. നമുക്കതിനെപ്പറ്റി ബോധവാന്മാരല്ല, പബ്ലിക് ബോധവാന്മാരല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടീഷൻ, ഈ ടോപ്പിക്ക് ഇന്നെടുത്ത് നിങ്ങളോട് ചർച്ച ചെയ്തത്. നമസ്കാരം.